അടിപൊളി പടം. ആക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആക്ഷൻ, ക്ലൈമാക്സ് ഉഗ്രൻ, കലക്കിയിരിക്കുന്നു അജിത്ത്. കോമഡി ഒക്കെ എങ്ങനെയുണ്ട്? കോമഡിയിലൂടെ തന്നെ പടം പോണത് കംപ്ലീറ്റ്. രസം ഉണ്ടാവുന്നുണ്ട്. രസം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് കോമഡിയിലൂടെ തന്നെയാണ് വില്ലന്റെ ക്ലൈമാക്സ് എടുത്തിരിക്കുന്നത്. അടിപൊളി അടിപൊളി. കുഴപ്പമില്ല, നല്ല പടം. ആക്ഷൻ പരിപാടി ഒക്കെ എങ്ങനെയുണ്ട്? കോമഡി അതൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പടം. അജിത്തിനെ പ്രസന്റ് ചെയ്ത രീതിയൊക്കെ എങ്ങനെയുണ്ട്? നെഗറ്റീവ് ഷെയ്ഡിലോട്ടൊക്കെ നല്ല പടമാണ്, മസ്റ്റ് വാച്ച്. എനിക്ക് തോന്നുന്നു അജിത്തിന്റെ ലൈഫിൽ ഒരു ബെസ്റ്റ് പടമായിരിക്കും. സൂപ്പർ ആയിട്ടുണ്ട്. പഴയ റെഫറൻസ് ഒക്കെ ഉള്ള ജോൺ വിക്കിന്റെ ക്യാമിയോ ഉണ്ട്, ഡോൺലിയുടെ ക്യാമിയോ ഉണ്ട്, എല്ലാം നൈസ്. അടിപൊളിയായിട്ട് അടിപൊളിയാണ്. നെഗറ്റീവ് ഷെയ്ഡിലൊക്കെ പ്രസന്റ് ചെയ്ത രീതി എങ്ങനെയുണ്ട്? എനിക്ക് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നിയില്ല. ഫുള്ള് എന്റർടൈൻമെന്റ് ആയിരുന്നു, ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. മസ്റ്റ് എല്ലാം നൈസാ. ഓരോ എൻട്രിയും സ്ക്രീൻ പ്രസൻസ് എല്ലാം കിട്ടില്ല. നല്ല ആക്ഷനോട് എല്ലാം ഉണ്ട്. അടിപൊളി. കോമഡി പരിപാടി കോമഡി എല്ലാം ഉണ്ട്. നെഗറ്റീവ് ഷെയ്ഡിലോട്ട് പ്രസന്റ് ചെയ്ത നെഗറ്റീവ് ഷെയ്ഡിന് വേണ്ടിയല്ല ഈ പടം എടുത്തിരിക്കുന്നത്. ഒരു എന്റർടൈൻമെന്റ് ആണ്. നെഗറ്റീവ് ഷെയ്ഡ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ട്രailer കാണാൻ തന്നെ ഈ പടം എങ്ങനെയായിരിക്കും നമുക്കറിയാം. അത് തന്നെയാണ് പടം. അല്ല, ഗുഡ് ബാഡ് അഗ്ലി അത് തന്നെയാണ് പടം. ആ പേര് നീതി വളർത്തുന്നുണ്ടോ? യെസ്, അത് നമ്മളത് വ്യക്തമായിട്ട് അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആ പടത്തിന്. ഒരു സർപ്രൈസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇത് ആനിമേഷൻ രീതിയിലാണ് കാണിച്ചത്, പക്ഷെ അത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് രസമുണ്ട്. റെഫറൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പഴയ റെഫറൻസ് ഒക്കെ നല്ലതായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. പാട്ട് കൊള്ളാം. പിന്നെ കഥയും ഇതൊന്നും ഇല്ല. ഫുൾ പിന്നെ ബോറടിയില്ല. ഭയങ്കര സ്പീഡാണ്. സ്പീഡാണ്. ഒരു സുനാമി വന്ന് അടിച്ച് എങ്ങനെ പോകുന്നു അതാണ്.